ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് വരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ക്രിസ്തുമാർഗം എല്ലാവർക്കും അനുഭവവേദ്യമാക്കാവുന്ന ജീവമാർഗമാണ്. ഈ മാർഗം ദൈവത്തെയും തൻ്റെ ഇഷ്ടത്തെയും എല്ലാവർക്കും വ്യക്തമാക്കുന്നു. ഇത് പാപമോചനം, പുതുജനനം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള നിരപ്പ്, സദാചാരത്തിനുള്ള പ്രേരണാശക്തി, നീതി, ന്യായം എന്നിവയെക്കുറിച്ചുള്ള ബോധ്യം മുതലായവയെ പ്രദർശിപ്പിക്കുന്നു. അടിമത്വം, അജ്ഞാനം, ദുർമാർഗം എന്നിവയിൽ നിന്നുള്ള വിടുതൽ തന്ന് ദൈവാശ്രയ ബോധത്തിലേക്ക് നയിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വിശ്വാസികളെന്ന് അറിയപ്പെട്ടു. വിശ്വാസികൾ തമ്മിൽ സഹോദരന്മാരാണ് എന്ന അറിവ് അവരെ ഭരിച്ചു. യേശു കർത്താവിനോടുള്ള സ്നേഹം പോലെ തമ്മിൽ സ്നേഹമുള്ളവരുമായിരുന്നു. ആ സ്നേഹത്താൽ മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതിന് അവർ ശ്രദ്ധാലുക്കളും ആയിരുന്നു. ക്രിസ്ത്യാനി എന്ന പദത്തിൻ്റെ ഉത്ഭവം പുതിയ നിയമത്തിലാണ് കാണുന്നത്. ഈ പദം 3 പ്രാവശ്യം പ്രയോഗിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 11:26, 26:28, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 4:16 എന്നിവയാണ് അത്. ക്രിസ്ത്യാനികൾ എന്ന പേര് അവർ സ്വയം സ്വീകരിച്ചതല്ല. അതുവരെ ഉപയോഗിച്ചിരുന്നതായി കാണുന്നത് പ്രവൃത്തി 11:26 ശിഷ്യന്മാർ, പ്രവൃത്തി 9:30 സഹോദരന്മാർ, റോമർ 8:33 തിരഞ്ഞെടുക്കപ്പെട്ടവർ, റോമർ 12:13 വിശുദ്ധന്മാർ, തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 4:12 വിശ്വാസികൾ, പ്രവൃത്തി 19:9 മാർഗക്കാർ എന്നിങ്ങനെ ആയിരുന്നു അവരറിയപ്പെട്ടത്. യഹൂദന്മാർ യേശുവിനെ ക്രിസ്തു എന്ന് സമ്മതിക്കാതിരുന്നതുകൊണ്ട് അവൻ്റെ ശിഷ്യന്മാരെ മതഭേദം വരുത്തുന്നവർ എന്നും പ്രവൃത്തി 28:22 നസ്രായ മതക്കാർ എന്ന് പ്രവൃത്തി 24:5 വിളിച്ചതായി വായിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മാർഗം സൂക്ഷ്മമായി ഗ്രഹിച്ച ലൂക്കോസ് എഴുതിയിരിക്കുന്നത് അന്ത്യോക്യയിലെ ജനമാണ് ആദ്യമായി യേശുവിൻ്റെ ശിഷ്യന്മാർ അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് കൊടുത്തത്. ഇത് പ്രവൃത്തിയുടെ പുസ്തകം 11:26 നിന്ന് മനസ്സിലാക്കാം. അത് എങ്ങനെയെന്നാൽ ഏകദേശം AD 43 ബർന്നബാസും പൗലോസും അന്ത്യോക്യയിലെ തെരുവോരങ്ങളിൽ ചെയ്ത പ്രസംഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ മാർഗം, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നിത്യാദി പ്രയോഗങ്ങൾ ആവർത്തിച്ചു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജനം ആ നൂതന മാർഗക്കാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് തന്നെ കൊടുത്തു എന്ന് ചിന്തിക്കാം. അന്ത്യോക്യർ ഈ പേരിനെ ഹാസ്യമായി ഉപയോഗിച്ചുവെങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ക്രിസ്ത്യാനി എന്ന പേര് യുക്തം ആകയാൽ ചില വർഷങ്ങൾക്കുള്ളിൽ ഈ പേര് സുപ്രസിദ്ധമായി തീർന്നു. AD 57 അഗ്രിപ്പ രാജാവിനും റോമയിലെ ഉദ്യോഗസ്ഥർക്കും ഈ പേര് പരിചിതമായി കഴിഞ്ഞിരുന്നുവെന്ന് പ്രവൃത്തിയുടെ പുസ്തകം 26:28 നിന്ന് മനസ്സിലാകുന്നു. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പൗലോസിന് കിട്ടിയ അവസരം നേരാംവണ്ണം താൻ വിനിയോഗിച്ചു. 3 കാര്യം പൗലോസ് അവിടെ വ്യക്തമാക്കി. 13-14 വാക്യങ്ങളിൽ അവിടെ വെളിപ്പെട്ടത് ദൈവമായ കർത്താവായിരുന്നുവെന്ന് പൗലോസ് വ്യക്തമായി പറഞ്ഞു. രണ്ടാമതായി 18-ാം വാക്യത്തിൽ പാപമോചനം അറിയിക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്നും താൻ പറയുകയുണ്ടായി. 23-ാം വാക്യത്തിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ യേശുക്രിസ്തുവാണ് എന്നതും വ്യക്തമാക്കി. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മോശയിൽ നിന്നാണ് ലഭിച്ചത്. മോശയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങിയത് മുൾപ്പടർപ്പ് ഭാഗത്തെ വെളിപ്പാട് മുതലാണ്. കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകാത്ത മുൾപ്പടർപ്പിൽ നിന്ന് അഥവാ വെളിച്ചത്തിൽ നിന്ന് സംസാരിക്കുന്നവനാണ് ദൈവം. രണ്ടാമതായി എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നവനാണ് ദൈവം എന്ന് മനസ്സിലായി. ഈ 2 കാര്യവും പൗലോസിൻ്റെ മാനസാന്തര വേളയിൽ ഒത്തുവരുന്നുണ്ട്. സൂര്യൻ്റെ വെളിച്ചത്തെ കവിയുന്ന വെളിച്ചത്തിൽ നിന്ന് എബ്രായ ഭാഷയിൽ മുഴങ്ങിയ ശബ്ദം, ഈ 2 അടയാളവും ഒത്തുവന്നത് കണ്ടപ്പോൾ പൗലോസിന് ഒന്ന് മനസ്സിലായി, ഇത് കർത്താവാണ് എന്ന്. ഉടൻ പൗലോസ് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന്. ഉടൻ കിട്ടിയ മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്നായിരുന്നു. അന്നു മുതൽ പൗലോസ് യേശുവിൻ്റെ ദാസനായി.
സകലത്തിനും മീതെ ദൈവമായി വിരാജിക്കുന്നവൻ യേശുവാണ് എന്ന് പ്രസംഗിച്ചും തുടങ്ങി. പ്രസംഗിച്ച വിഷയം എന്തെന്നാൽ, ആ ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന് മനുഷ്യരുടെ പാപത്തിന് തൻ്റെ കുരിശുമരണത്താൽ പരിഹാരം വരുത്തി അതിൻ്റെ തെളിവായി താൻ ഉയർത്തെഴുന്നേറ്റു. ആ സത്യം വിശ്വസിക്കുന്ന വ്യക്തിക്ക് പാപമോചനവും നിത്യജീവനും ലഭിക്കും. അവർ സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയും. അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഉള്ളവരുടെ നടുവിൽ കർത്താവ് ഉണ്ട്. ആ കൂട്ടം കർത്താവിനെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന സത്യനമസ്കാരികൾ എന്ന് അറിയപ്പെടും. ഈ വിവരം ഇരുട്ടിൽ ഇരിക്കുന്ന ഏവർക്കും മുമ്പിൽ അറിയിപ്പാൻ കർത്താവ് എന്നെ നിയമിച്ചു എന്നും പൗലോസ് പറഞ്ഞു. വളരെ വ്യക്തമായ ഒരു ദർശനം. മൂന്നാമതായി പൗലോസ് പറഞ്ഞത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ യേശു ക്രിസ്തുവാണ് എന്ന സത്യമാണ്. ഉലകമഹാന്മാരഖിലരുമൊരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരുമൊരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. എന്നാൽ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. എന്നാൽ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. മരണത്തിനപ്പുറമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ആളോടല്ലേ ചോദിക്കേണ്ടത്? അതെ, ആ ആൾ യേശു കർത്താവാണ്. കർത്താവ് പറഞ്ഞു, മരണത്തിനപ്പുറം 2 സ്ഥലമുണ്ട്. ഒന്ന് സ്വർഗം, 2 നരകം. സ്വർഗത്തിൽ പോകണമെങ്കിൽ മാനസാന്തരപ്പെടണം. നരകത്തിലാണ് പോകേണ്ടതെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ അങ്ങ് പോയാൽ മതി. കൃത്യം നരകത്തിൽ തന്നെ എത്തും. നിങ്ങൾക്ക് ഏതു വേണം? ക്രിസ്ത്യാനി എന്ന പേരിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയുമാണല്ലോ നാം ചിന്തിച്ചു വന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 4:16 പ്രകാരം പന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പ്രദേശികളുമായ എല്ലാവർക്കും ക്രിസ്ത്യാനി എന്ന പേര് പരിചിതമായി കഴിഞ്ഞിരുന്നു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രേ വേണ്ടതെന്ന് അവരെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. AD 64 റോമാ കൈസറായ നീറോയുടെ കാലത്ത് ഈ നാമം റോമാ സാമ്രാജ്യത്തിലെങ്ങും അറിയപ്പെട്ടിരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. AD 150 പോലികാർപ്പ് ധൈര്യത്തോടും സന്തോഷത്തോടും കൂടെ താൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞതായി വായിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്രമേണ നാനാദേശങ്ങളിൽ ഈ നാമം പ്രസിദ്ധമായി തീർന്നു. ഈ നാമം തങ്ങളുടെ ഉത്ഭവത്തെയും അടിസ്ഥാനത്തെയും പ്രഖ്യാപനം ചെയ്യുന്നു. ഒരു ഗ്രന്ഥമോ തത്വശാസ്ത്രമോ ഏതെങ്കിലും ദർശനമോ അല്ല ക്രിസ്തു മാർഗത്തിൻ്റെ ഉത്ഭവകാരണം. പിന്നെയോ ക്രിസ്തു എന്ന ഏകപുരുഷനത്രേ. യേശു കർത്താവ് മത്തായി സുവിശേഷം 11:28-29 വാക്യങ്ങളിൽ പറയുന്നത്, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, എന്നോട് പഠിപ്പിൻ എന്നാണ്. എന്നോട് പഠിപ്പിൻ എന്നതിൽ നിന്ന് എന്നെ പഠിപ്പിൻ, എന്നിൽ നിന്ന് പഠിപ്പിൻ എന്നും വിവർത്തനം ചെയ്യാം എന്ന് കേട്ടിട്ടുണ്ട്. ധന്യനായിരിക്കുന്ന പൗലോസ് പറയുന്നത്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. മതങ്ങളോ ഇഷങ്ങളോ പ്രസ്ഥാനങ്ങളോ അല്ല ക്രിസ്തു എന്ന മഹൽ പുരുഷൻ്റെ വ്യക്തിത്വത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ട സഭ എന്ന സൗധം. അതിൻ്റെ അടിസ്ഥാനവും ശിരസ്സും അവിടുന്ന് തന്നെ. ആ ക്രിസ്തുവിൽ ആകുവാൻ, പുതിയ സൃഷ്ടി ആകുവാൻ ഭാഗ്യം ശ്രദ്ധിച്ച എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ ഭാഗ്യം
എനിക്കും ലഭിച്ചു, നിങ്ങൾക്കോ? ഏവരും ആ അനുഭവമുള്ളവരായി തീരുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.